ധനശ്രീ കുട്ടിയോ? നമ്മുടെ ധനശ്രീ കുട്ടിയെ പറ്റിയാണ് പാടുന്നത്. ഇനി പാട്ട് പാടാനെത്തുന്നത് ധനശ്രീ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ധനുക്കുട്ടി ഓൺ സ്റ്റേജ്. സ്പീഡിൽ വരുന്നു. അയ്യോ, 100 meters വരെയുള്ളൂ. 100 meters race. ഉസൈൻ ബോൾട്ടിനെ തോപ്പിക്കുന്നു അവിടെ ധനശ്രീ കുട്ടി. അതെ, ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇന്ന് ആർക്ക് വേണ്ടിയാ പാട്ട് പാടുന്നതെന്ന് അറിയോ? ഇന്ന് അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടാണ്. മദേഴ്സ് ഡേ ഒക്കെ വരുമല്ലേ, അപ്പൊ അതുകൊണ്ട് ധനശ്രീ കുട്ടി ഇന്ന് അമ്മയ്ക്ക് വേണ്ടിയാണ് പാട്ട് പാടുന്നത്. മെയ് 10-ാം തീയതി നമ്മുടെ മദേഴ്സ് ഡേ ആണ്. സ്പെഷ്യൽ ആയിട്ട് എല്ലാ മദേഴ്സിനും വേണ്ടിട്ടാട്ടോ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. എന്താ കാറ് നമ്മളെ വീട്ടിലുണ്ട്. ചേട്ടൻ എടുത്തോണ്ട് പോയാ? ഇല്ല, നമ്മളെ വീട്ടിലുണ്ട്. ചേട്ടന് കൊടുത്തില്ലേ? ചേട്ടൻ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഫുൾ ടൈം ഓടിച്ചു. എന്നിട്ട് ധനു ഓടിച്ചാ? അല്ല, ആ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് സവാരി പോയിന്ന് കേട്ടല്ലോ ഞാൻ. ടൗണിൽ പോയിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോയി. സാധനം മേടിക്കാൻ പോയോ? കാറിൽ ഇരുന്നിട്ട് പോയോ? നമ്മൾ ചെറുതായി പോയി, എന്നിട്ട് പോയി. അവര് ചെറുതായി എന്നിട്ട് അവള് പോയി അതിന്റെ ഉള്ളിൽ കയറിയിട്ട്. അപ്പൊ ഇന്ന് ചെറുതായിട്ട് പാടാൻ പോണ പാട്ടേത്താ? മറന്നു പോയി കേട്ടോ അമ്മയെ പറ്റിയുള്ള പാട്ട്. അരുമക്കിളി കുറച്ചു നേരത്തേക്ക് മറന്നുപോയോ? നമ്മള് ചെറുതായി കാറിൽ സാധനം വാങ്ങാൻ പൊക്കോണ്ട് ചിന്തിക്കുന്നതിന്റെ ഇടയിൽ ഇപ്രാവശ്യം എന്റെ പല്ല് ആടുക. എവിടെ? അത് ആടാൻ തുടങ്ങിയോ? അയ്യോ, വല്ലാണ്ട് ആടുവാണ്. അയ്യോ, ഇത് ചെറുതായിട്ടേ ആടുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. 2 പല്ല് ഇപ്പൊ ആടുന്നുണ്ട് അല്ലേ? അയ്യോ, അത് പോയാ സാ സാ ഷാ എന്നൊക്കെ എങ്ങനെ പറയും നമ്മള്? അടുത്ത പല്ലില് ചേർത്ത് പറയും. ആ പല്ല് പോയാ നമ്മൾ അടുത്ത പല്ല് ചേർത്തിട്ട് അക്ഷരങ്ങളൊക്കെ പറയും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫ്രോക്ക് സ്കൂളിലുള്ള ഒരു ദീപ്തി ടീച്ചറാ വാങ്ങിച്ചു തന്നെ. ഓക്കേ, സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ടീച്ചർക്ക് ഒരു ഹായ്. ഹായ് ദീപ്തി ടീച്ചർ. അപ്പൊ കോവളത്ത് ഒരുപാട് ഫാൻസ് ഉണ്ട്. ടീച്ചർ അടക്കം ഫാനാണ്. അതെ, ഇന്നത്തെ പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആ. ടീച്ചറിന്റെ വീട്ടിൽ പോയപ്പോ ടീച്ചർ എനിക്ക് തന്നതാ. അപ്പൊ നമ്മളെ പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, പാടിക്കോ. അരുമക്കിളി നീയല്ലേ, ആരിരരു പാട്ടല്ലേ, കലമിനിക്കായി കയ്യിൽ തന്ന നിധി, സ്നേഹമഴക്കൂടല്ലേ, മാറിലിളം ചൂടല്ലേ, കവലിരിക്കാൻ വന്നേ അമ്മമിഴേ, പാതിരകൾ പലതും വന്നാലും പൂനിലവായി മടിയിൽ നീയില്ലേ, ഏതുലകം പകരം തന്നാലും ഈ ഹൃദയം പിടയും നിന്നെ കാണാതെ. നീ താളം നീയേ, ദൂരെ ദൂരെ തീരം നീയേ. മിന്നാമിന്നി ചെല്ലമൊരുക്കി ആരോടും ചൊല്ലാതെ ഞാൻ മരവില്ലും തൂവലടുക്കി നിന്നോർമ്മയായി. മകളെ എന്നു വിളിയേ, എന്തിനായി നീ മറന്നേ, വരിമാഞ്ഞൊരു കഥയായി വെറുതെ, നീ എന്നും ഞാനല്ലേ, നാമേതോ കണനുള്ളിൽ മുത്തല്ലേ, മറുമൊഴി കണ്ണീര വന്നു, ഇരുവഴി നമ്മൾ മായുന്നു, നീ താളം
ധനുകുട്ടി ആ, അമ്മക്കുട്ടിയാണല്ലേ? ആ. മൊത്തം അമ്മയുടെ സ്നേഹത്തിന്റെ ഒഴുക്കാണ് കേട്ടോ ഈ പാട്ട്. ഞാൻ അവസാനം പാടിയപ്പോഴില്ലേ അമ്മതാ ഇങ്ങനെ. അത്തോ അത് നന്നായിട്ട് പാടിയോണ്ട് അമ്മ അങ്ങനെ ചെയ്തേ. ആണോ? അതെ. അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടില്ലേ? അതെ. ആ, അതെന്താ? അമ്മ ഞാൻ ഇത്രയും നന്നായിട്ട് അവരെ മുമ്പിൽ ഇങ്ങനെ പാടിയിട്ടില്ല, അതുകൊണ്ട് അവര് ഇങ്ങനെ കടന്ന് കരയുക. എന്റെ അച്ഛനും കരയുക. ദച്ചുവിന് ഒരു കരച്ചിലും ഇല്ല, കാരണം ദച്ചുവിന് പാട്ടെന്ന് പറയണ വിഷയമേ അല്ല. വിഷയമേ അല്ല. എപ്പോഴും വീട്ടില് രാത്രി ഉറങ്ങാൻ നേരത്ത് പോലും ഇങ്ങനെ ഫുട്ബോൾ പിടിച്ചോണ്ടേ കിടക്കും. ഓ, അതാണല്ലേ ഇഷ്ടം. ധനുകുട്ടി എന്താ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തല്ലേ പാടിയത്? എല്ലാ അമ്മമാർക്കും വേണ്ടി. എല്ലാ അമ്മമാർക്കും. അങ്ങനെയാണോ? അങ്ങനെയാണല്ലേ? ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ധനുകുട്ടി ഇന്ന് പാടിയത്. എന്ത് രസമായിരുന്നു, ഒഴുക്കായിരുന്നു. ആ കയ്യിൽ നിന്ന് പാടിയില്ലേ, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. തലമിനിക്കായി കയ്യിൽ തന്ന ഓ, എക്സ്പ്രഷൻസ് കണ്ടോ? ആ എക്സ്പ്രഷൻ എവിടുന്നാ വരണ അറിയോ? ആ കുഞ്ഞു കൈന്നാ വരണേ. അതെ. അതെ. അതാണ് ഷോ. അത് എക്സ്പ്രഷൻ ക്യൂനായിരുന്നു കേട്ടോ അവിടെ. യെസ്. പിന്നെ നാം ഏതോ ഒന്ന് പാടിയില്ലേ? ഓ, അത് എന്ത് രസമായിരുന്നു. പിന്നെ താളം അതാണ് ഹൈലൈറ്റ് പാടിയില്ലേ? ഈ പാട്ടിന്റെ ഹൈലൈറ്റ് അതാ. അത് കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. യെസ്. ധനുശ്രീ കുട്ടി എന്തോ എങ്ങനെയാ ഇത്രയും എക്സ്പ്രഷൻസ് പഠിക്കുന്നേ? അത് പാട്ടും പിന്നെ കൈയൊക്കെ ഇങ്ങനെ വരും. കൈ ഇങ്ങനെ വരുമ്പോ വരുന്നയാണോ? ധനുശ്രീ കുട്ടിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ അറിയുന്നോണ്ടല്ലേ ഇത്ര എക്സ്പ്രഷൻസ് വരുന്നേ? അതെ. മുഖത്ത് ഇങ്ങനെ എങ്ങനെയാ വരുന്ന എക്സ്പ്രഷൻസ്? കണ്ടോ എക്സ്പ്രഷൻസ് വരുന്നുണ്ടോ? പിന്നെ അമ്മ ഡാൻസ് ടീച്ചർ ആയോണ്ടും പിന്നെ അതുകൊണ്ട് എല്ലാ പിള്ളേരെയും പഠിപ്പിക്കണോണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാനും കേറി പഠിച്ചോളും. നല്ല ഫീലായിരുന്നു ധനുശ്രീ കുട്ടി. താങ്ക് യു. എന്ത് രസമായിട്ടാ മോള് പാടിയത്. ആര് പഠിപ്പിച്ചു തന്നു പാട്ടിയത്? അമ്മയാണോ അച്ഛനാണോ? ഞാൻ തന്നെ പഠിച്ചതാ, പിന്നെ കുറച്ച് അമ്മയൊക്കെ പഠിപ്പിച്ച ലിറിക്സ് കുറച്ച് അമ്മ പഠിപ്പിച്ചു തന്നു. സൂപ്പർ ആയിട്ട് പാടി താങ്ക് യു. കേട്ടോ. നല്ല എക്സ്പ്രഷൻസ്, നല്ല ഫീല്. എന്താ പറയാ, ധനുശ്രീ കുട്ടി അതിൽ ഇൻവോൾവ് ചെയ്ത് പാടി. അമ്മേനെ ഇങ്ങനെ ഓർത്തോർത്തോർത്ത് പാടി ധനുശ്രീ കുട്ടി. മിടുക്കിയാണേ. താങ്ക് യു. യെസ്. ധനുകുട്ടി എന്തോ ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി പാടിയതുകൊണ്ടാണ് അറിയുന്നത്. ഗംഭീരമായിരുന്നു, അതിമനോഹരമായി പാടി. താങ്ക് യു. എക്സ്പ്രഷൻസ് ആണ്, ഫുൾ എക്സ്പ്രഷൻസ്. മീനുട്ടി പഠിച്ചോളൂ എക്സ്പ്രഷൻസ്. അതെ. ആ കയ്യിലാണ് കംപ്ലീറ്റ് കൺട്രോൾ, റിമോട്ട് കൺട്രോൾ ആണ്. അവിടെ നിന്നാണ് എല്ലാം വരിക, സന്തോഷമാണെങ്കിലും എക്സ്പ്രഷനൊക്കെ സങ്കടമാണെങ്കിലും. അല്ല, ശരിക്കും ആ ഒരു എക്സ്പ്രഷൻ ശരിക്കും കൊടുത്തു പാടി അവള്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എനിക്ക് സദ്യ കഴിക്കാൻ തോന്നുന്നുണ്ട്. എനിക്കും വിശക്കുന്നു, വിശന്നിട്ട് വയ്യ. ആ പാട്ട് പാടി, പാട്ട് പാടി. അപ്പൊ സദ്യ കഴിക്കാലോ. അപ്പൊ വിശപ്പ് കൂടില്ലേ? ആ, പായസം ഉണ്ടാവോ? ആ. അപ്പൊ ശരി. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറു തന്നെ. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറു തന്നെ. ഇഞ്ചിയച്ചാർ, നാരങ്ങയച്ചാർ, മാങ്ങയച്ചാർ, അച്ചാർ അച്ചാർ. ഇഞ്ചിയച്ചാർ, നാരങ്ങയച്ചാർ, മാങ്ങയച്ചാർ, അച്ചാർ അച്ചാർ. ഉപ്പേരി പഴം, പപ്പടം കിച്ചടി, അവിയൽ തോരൻ, കൂട്ടുകറിയാൽ. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറു തന്നെ. വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറു തന്നെ. One, two, three. പിന്നെ ചോറ്, കൂടെ പരിപ്പ്, അല്പം നെയ്യും കൂട്ടിക്കഴിക്കാം. പിന്നെ ചോറ്, കൂടെ പരിപ്പ്, അല്പം നെയ്യും കൂട്ടിക്കഴിക്കാം. വന്നല്ലോ സാമ്പാർ, പിന്നാലെ പായസം, വരി വരിയായി വരുന്നുണ്ട് പുളിശ്ശേരി മോര്. വന്നല്ലോ സാമ്പാർ, പിന്നെ
രസം രസം കണ്ണടച്ചു കുടിച്ചിടാം രസം 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 വാഴയിലയിൽ സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറ് തന്നെ വാഴയിലയിൽ നമുക്ക് പാടാലോ സ്റ്റേജിൽ. സദ്യ വിളമ്പുമ്പോൾ ഒന്നാമനച്ചാറ് തന്നെ മ്യൂസിക് അച്ഛനാണോ? മ്യൂസിക് അച്ഛൻ, ലിറിക്സ് അമ്മ. അത് ശരി. പാടിയത് ധനു. പാടിയത് ധനു. ധനു. ഒരു ഫാമിലി പാട്ടാണല്ലേ? അതെ. ആ രസമുണ്ട് കേട്ടോ. അയ്യോ നല്ല രസമുണ്ട്. രസം 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 അച്ചാർ അച്ചാർ ടേസ്റ്റിന് രസമല്ല, കുടിക്കണ രസമാണ്. ആ അത് കുടിക്കണേ. പക്ഷേ ശരികൂടാ, ഇത് തിരുവനന്തപുരത്തെ സദ്യയെ പറ്റിയാണ് പറയുന്നത്. പ്രിയ സദ്യയല്ലോ. ഓ അപ്പൊ എനിക്കറിയാം ഓരോ സ്ഥലത്തെയും സദ്യയുടെ വ്യത്യാസമുണ്ട്. ഡിഫറൻസ് അല്ലേ? തൃശ്ശൂരുള്ളത് വേറെ, പാലക്കാട് അല്ലെങ്കിൽ നോർത്തിലോട്ട് വേറെ. പക്ഷെ തിരുവനന്തപുരത്തെ സദ്യയുടെ കാര്യങ്ങളാണ് ഇവിടെ ഓ പറഞ്ഞിരിക്കുന്നത്. ശരി. അതെങ്ങനെ മനസ്സിലായി? അതങ്ങനെയാണ്, അതിന്റെ വിഭവങ്ങൾ അങ്ങനെയാണ്. ആദ്യം അതിന്റെ അച്ചാറ്. അങ്ങനെയാണ്. ഓർഡറില്. order. ഓ അങ്ങനെയാണ് സദ്യ വിളമ്പുന്നത്. ഓക്കെ. അങ്ങനെയൊക്കെ. അതുപോലെ ഏല എന്ന് പറയുന്നത് അങ്ങോട്ടിട്ട ഇങ്ങനെ, ഇങ്ങോട്ടിട്ട ഇങ്ങനെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു, മറ്റേത് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പലതും പ്രിയ പറയാറുണ്ട്. ഞാനൊരു ദിവസം വീട്ടില് താനുകുട്ടിയെ വിളിച്ചോണ്ട് പോയിട്ടെ പ്രിയാന്റെ അടുത്ത് ഒരു സദ്യ ഉണ്ടാക്കി തരാൻ പറയാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങള് എന്റെ വീട്ടിൽ വന്നാ സദ്യ ഉണ്ടാക്കി തരാം. ഞാൻ എന്റെ അമ്മയും ദച്ചുവും ദച്ചു ചേട്ടനും അച്ഛനും ഒക്കെ സദ്യ ഉണ്ടാക്കും. പക്ഷെ അച്ഛന് സദ്യ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. നമ്മള് ബാക്കി ചെയ്തു കൊടുക്കണം. ബാക്കി ചെയ്തു ചെയ്ത് കൊടുക്കണം. അപ്പൊ പോരട്ടെ, അങ്ങനെ ഒരു മധുരമഴ ധനുകുട്ടിക്ക്. ഗുഡ് ഗേൾ. ചാച്ചാ. ഡബിൾ റെഡി. ലെറ്റ്സ്